വെൽക്കം ടു നിഷാസ് ഡ്രീംസ്. ഇന്നിപ്പം ഞങ്ങൾ മൂന്നാർ എത്തിയേക്കുവാണ് കേട്ടോ. മൂന്നാർ എത്തിയേക്ക് എന്താണെന്ന് വെച്ചാൽ ഒറ്റ ദിവസം ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് വന്നതാണ്. ഡാൻസ് പരിപാടിയും അങ്ങനെ കുറേ ഓട്ടങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ദിവസത്തെ ഒരു റെസ്റ്റിന് വേണ്ടി വന്നതാ. ഭയങ്കര ചൂടല്ലേ നാട്ടിൽ. ചൂടെന്ന് പറഞ്ഞാൽ കൊടും ചൂട്. ഞാനിങ്ങനെ മുന്നോട്ട് പറയാറ് കിച്ചണിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടാവുമല്ലോ അല്ലേ. കിച്ചണിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും ഇങ്ങനെ വേർക്കുക, മേത്തൂടെ എല്ലാം ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുക. എന്തോ എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ അല്ലേ. ഭയങ്കര ചൂട്. ഈ ചൂടിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പോകാനായിട്ട് തൊട്ടടുത്ത സ്ഥലം ഏതാണ്? മൂന്നാറല്ലേ ഉള്ളൂ. മുരളിയേട്ടൻ്റെ ഫേവറേറ്റ് പ്ലേസ് ആണ് മൂന്നാർ. ഞങ്ങൾക്ക് മുരളിയേട്ടൻ എപ്പോഴും പറയും, ആദ്യത്തെ പ്രാവശ്യം വന്ന ഉടനെ തന്നെ മുരളിയേട്ടന് ഞാൻ ആദ്യമായിട്ട് വന്നത് 2021 ആ ഫസ്റ്റ് ടൈം വന്നപ്പോൾ തന്നെ അതാ ഞാൻ പറഞ്ഞത്. ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒറ്റയടിക്ക് അന്ന് എന്തായിരുന്നു, കോടമഞ്ഞും മഴയും വെയിലും 3 സ്ഥലം കൂടെ ഒരുമിച്ച് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു ചാൻസ് ഒന്നുണ്ട്. അന്ന് മുതൽ മൂന്നാറുമായിട്ട് ഞാൻ പ്രേമത്തിലാണ്. മുരളിയേട്ടൻ പ്രേമത്തിലായ ആ സ്ഥലത്തിലോട്ട് ഞങ്ങൾ വീണ്ടും വീണ്ടും എപ്പോഴും വരാൻ ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. എന്നോടുള്ള പ്രേമം കൊണ്ട് വന്നോന്നല്ല, ഇപ്പം വന്നത് റിലാക്സേഷൻ എനിക്കിഷ്ടമാണെന്നൊക്കെ പറയുന്നുണ്ട്. അതെ, അത് എന്നിട്ട് അതിന്റെ കാരണം എന്നോട് എന്റെ മുമ്പിൽ ഒരു കാരണം, എന്നെ ഒരു മുമ്പിൽ നിർത്തിക്കൊണ്ടൊരു കാരണം. എല്ലാ ഭാര്യമാരും ഒരു ദിവസം ഒരു സ്ഥലത്ത് പോകുന്നത് അവർക്ക് പണിയൊന്നും എടുക്കാതെ വെറുതെ ഇരുന്ന് നാളെ എന്താ മറ്റന്നാൾ എന്താന്ന് ആലോചിക്കാതെ വെറുതെ ഒന്ന് ഇരിക്കാനാണ് എല്ലാവരും എവിടെയെങ്കിലും പോകുന്നത്. അല്ലാതെ രാവിലെ എന്താ, ഉച്ചയ്ക്ക് എന്താ, രാത്രിയിൽ എന്താന്ന് ചിന്തിക്കേണ്ടല്ലോ. അതിന് വേണ്ടിയിട്ടാണ് എല്ലാവരും ഒരു സ്ഥലത്ത് പോകുന്നത്. അപ്പം എനിക്കും ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാൻ വന്നതാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് എന്താ, ഇന്ന് വേറെ അഡ്വാൻറ്റേജ് ഞാൻ കാണുന്നത്, ഇപ്പം നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഇപ്പം പൊട്ടിച്ച് ചൂടല്ലേ, കൊടും ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കാറ്റ് വരുമ്പോൾ ചെറിയൊരു തണുപ്പുണ്ട് എന്ന് മാറ്റി നിർത്തിയാൽ, കാറ്റില്ലാത്തപ്പോൾ ഇവിടെ അത്യാവശ്യം ചൂടുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റുന്നില്ല. മൂന്നാറിലായി ഇനിയിപ്പം മൂന്നാർ ഇതൊക്കെ തന്നെയാണ് മൂന്നാറിന്റെ ഇതും പറഞ്ഞ് ഒറ്റ സ്വെറ്റർ എടുക്കാതെ വന്നിട്ട് ഞാൻ തണുത്ത് വേറെ. അല്ല, രാത്രിയിലത്തെ സിറ്റുവേഷൻ അറിയില്ല. ഇപ്പൊ സമയം 11:30 11:30 സമയത്ത് അത്യാവശ്യം ചൂടുണ്ട്. ചൂടില്ല എന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷെ നാട്ടിലത്തെ പോലെ നിന്ന നിപ്പിൽ വേർക്കുന്നില്ല. അതില്ല. അപ്പോൾ നമുക്ക് പോവാം. കയറിയുള്ളൂ. അപ്പോൾ ഇവിടുത്തെ ചെക്ക് ഇൻ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. മുരളിയേട്ടൻ അവിടെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഇരിക്കുന്ന സമയത്ത്, വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ലോബി നല്ല രസമുണ്ട്. വെച്ചാൽ ഫുൾ ആനകൾ, നല്ല വിളക്കുകൾ ബാക്കിൽ കണ്ടോ. അപ്പം ഇത് ഒന്ന് വീഡിയോ എടുക്കണം എന്ന് തോന്നി. ഞാൻ ഓരോന്നായിട്ട് കാണിക്കുക. അപ്പോൾ എനിക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ഞാനിങ്ങനെ ചുറ്റിട്ട് നോക്കുന്നത്. ഫ്രണ്ടിൽ 2 വലിയ ആനകൾ നിൽപ്പുണ്ട്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് ഇറങ്ങി കാണിക്കാം. അവിടെ ഇങ്ങനെ കുറേ പേര് ചെക്കിൻ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഈ സമയമായതുകൊണ്ട് ചെക്കിൻ നടക്കുമായിരിക്കും. അതുകൊണ്ട് കാറുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എനിക്കിപ്പോൾ അപ്പുറത്തോട്ട് പോകാൻ വയ്യ. ഞാൻ തൽക്കാലം ഇവിടെയുള്ള കുറച്ച് കാര്യങ്ങൾ കാണിക്കാം. കൃഷ്ണൻകുട്ടിയെ നല്ല രസമുള്ളൊരു വലിയൊരു കൃഷ്ണൻ്റെ രൂപം. അതിൻ്റെ താഴെയായിട്ട് ഒരു ഉരുളിയിൽ വെള്ളമൊക്കെ വെച്ചിട്ട് പുറകിലൊരു വിളക്ക്. അങ്ങനെ ഇതാണ് ഇവരുടെ മെയിൻ ലോബി. ഫുൾ തടിപ്പണികളാണ്. അതാണ് ഇഷ്ടപ്പെട്ടത്. വെളിയിൽ ഇതുണ്ടോ, ഇവിടെ നിന്ന് ഞാൻ ആനയെ കാണിക്കാം. ഒരു ആന അപ്പുറത്തും ഒരു വലിയ ആന അപ്പുറത്തും. 2 സൈഡിലായിട്ട് എൻട്രൻസിലായിട്ട് 2 ആനകളുണ്ട്. ഇപ്പോൾ അവിടെ കുറച്ച് പേര് നിന്ന് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ 3 ആനക്കുട്ടികൾ. അവിടെയും പുറകിലൊരു മെയിൻ ആന. എന്തോ വയലറ്റ് കളർ ജ്യൂസ്. എന്താ ജ്യൂസ്? ബ്ലൂബെറി. ഓക്കെ. വെൽക്കം ടു റൂം ടൂർ അറ്റ് പാറക്കാട് നേച്ചർ ആൻഡ് റിസോർട്ട്സ്. അപ്പം ഞാൻ ഏത് റിസോർട്ടിലാണ് വന്നേക്കുന്നതെന്ന് ഇതുവരെ പറഞ്ഞില്ലല്ലോ. പാറക്കാട് നേച്ചർ ആൻഡ് റിസോർട്ട്സിലാണ് ഞാൻ സ്റ്റേക്ക് വന്നേക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജുവലറി എടുക്കാൻ പോയപ്പോഴേ അവർ പറഞ്ഞായിരുന്നു അവർക്കൊരു സൂപ്പർ റിസോർട്ടുണ്ട്, നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ടും അവിടെ ഒന്ന് പോകണം എന്ന്. അങ്ങനെയാണ് എനിക്ക് ഈ റിസോർട്ടിൽ വരാനായിട്ട് ഒരു ആഗ്രഹം ഉണ്ടായത്. വന്നോടെ നല്ല
ഉഗ്രൻ ഒരു സിറ്റിംഗ് ഏരിയ. രാത്രിയിൽ ഒക്കെ ഫുഡ് റൂമിൽ നിന്ന് തന്നെ കഴിക്കണമെങ്കിൽ ഒരു ഡൈനിങ് ടേബിൾ ചെയർ ഒക്കെ ഉണ്ട്. ഞങ്ങൾ എവിടെ പോയാലും രാത്രിയിൽ കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ പോകാറില്ല. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് രാത്രിയിൽ ഇവിടെ നിന്ന് തന്നെ കഴിക്കാം. ഫുഡ് റൂമിലോട്ട് ഓർഡർ ചെയ്താൽ മതിയല്ലോ. ഉച്ചയ്ക്ക് ഫുഡും ബ്രേക്ക്ഫാസ്റ്റ് മാത്രം റെസ്റ്റോറൻറ്റിൽ കഴിക്കാം. സിറ്റ് ഔട്ട് പോലെയാണ്. സിറ്റ് ഔട്ട് ഇൻ ദ സെൻസ് സിറ്റ് ഔട്ടോ? സിറ്റ് ഔട്ട് പോലെയാണ്. കാരണം എന്താ വെച്ചാൽ ഇതൊരു എന്താ പറയാ ഒരു സൂട്ട് റൂമാണ്. സ്വീറ്റ് റൂമാണ്. സ്വീറ്റ് റൂമിന്റെ ഫസ്റ്റ് റൂമാണ് നിങ്ങൾ കണ്ടത്. അതിന്റെ പുറത്ത് കണ്ടോ ഒരു വാലി വ്യൂ ഉണ്ട്. ഇപ്പുറത്തൊരു വാലി വ്യൂ, കംപ്ലീറ്റ് ടീ എസ്റ്റേറ്റ് ആണ്. ടീ എസ്റ്റേറ്റിന്റെ ഒരു വ്യൂ. അപ്പോൾ ഇനി നമുക്ക് മെയിൻ ബെഡ്റൂമിലോട്ട് കിടക്കാം. ബെഡ്റൂം കണ്ടത് ഞാൻ ശരിക്കും അന്തം വിട്ടുപോയി. ഞങ്ങള് മൂന്നാറില് താമസിച്ചതിലും ഏറ്റവും ബെസ്റ്റ് റൂം എന്ന് പറയാം ഇത് കേട്ടോ. അപ്പോൾ വരും, നിങ്ങളും അന്തം വിടും ഉറപ്പ്. സൂപ്പർ അല്ലേ വ്യൂ? ചുറ്റിനെ മൂന്നാറിലെ കംപ്ലീറ്റ് ടീ എസ്റ്റേറ്റ് കാണാം നമുക്ക് ഈ റൂമിൽ. അതാണ് ഈ റൂമിന്റെ പ്രത്യേകത. ഈ റൂമിൽ അവർ പറയുന്ന 180 ഡിഗ്രി റൂം എന്നാണ് കേട്ടോ. എന്ത് രസമല്ലേ ശരിക്കും. എല്ലാ സൈഡിലും നമുക്ക് ഈ മൂന്നാർ വാലി ഫുള്ളായിട്ട് കാണാം. ഭയങ്കര രസമായിട്ടുണ്ടല്ലേ? മൂന്നാർ വാലി വേറെ കാണിച്ചു തരാം. ഇപ്പൊ ലൈറ്റ് കറക്റ്റ് ആയിട്ട് ഇല്ലാത്തതുകൊണ്ട് അത്രയ്ക്ക് അങ്ങോട്ട് കാണാം. ചെറുതായിട്ടൊന്ന് കാണാം, അത്രേ ഉള്ളൂ. ഇത് ഒരു ലിവിംഗ് ഏരിയ പോലെ സോഫ. പക്ഷെ ഭയങ്കര രസമായിട്ടുണ്ട് വ്യൂ. എന്ത് രസമാണ് റൂമിന്റെ എല്ലാം. നമ്മള് ആ കിടക്കുന്ന റൂമിൽ നിന്ന് ഫുള്ള് വാലി കാണാന്ന് വെച്ചാല് മൂന്നാർ നമ്മൾ വരുന്ന എന്തിനാ? ഒന്ന് തണുപ്പ് കൊള്ളാനും ഈ വാലി കാണാനും. അപ്പൊ റൂമിൽ തന്നെ ഫുൾ എന്നെ പോലൊരാൾക്ക് വെളിയിൽ നിന്ന് അത്ര കറക്കം ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. ഈ റൂമിൽ നല്ല സുഖമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പൊ റൂമിൽ നിന്ന് തന്നെ ഫുൾ ഈ വ്യൂ കാണാന്ന് വെച്ചാൽ എന്ത് രസമാണല്ലേ. പിന്നെ ബെഡിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു വലിയ TV ഉണ്ട്. ബെഡിന്റെ സൈഡിൽ നിന്ന് ബെഡിൽ കിടന്ന് തന്നെ നമുക്ക് ഫുൾ വ്യൂ. ഇവിടെ നിന്നൊരു ചെറിയ ബാൽക്കണിയിലോട്ട് ഇറങ്ങാം. പറഞ്ഞ തണുപ്പ് നന്നായിട്ട് വരുമെന്ന്. ഇപ്പൊ ജസ്റ്റ് ഒരു ചെറിയ വെയിലുണ്ട് കേട്ടോ. അങ്ങനെ തണുപ്പുണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. തണുപ്പൊന്നും ഇല്ല കാര്യമായിട്ട്. ഒരു വേർക്കുന്നില്ല. അവര് പ്രത്യേകം പറഞ്ഞു ബിവെയർ ഓഫ് മങ്കീസ്. മങ്കീസ് വരും. അവിടെ പുറത്തിറങ്ങുകയാണെങ്കിൽ ഈ ഡോർ അടയ്ക്കണം എന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ എനിക്കത് ഭയങ്കരമായിട്ട് എന്ത് രസമാണല്ലേ വ്യൂ കാണാനായിട്ട്. പുറത്തിറങ്ങണ്ട. മൂന്നാർക്ക് ഇറങ്ങിപ്പോയി നേരത്തെയൊക്കെ വന്നപ്പോൾ ഇങ്ങനെ വെളിയിൽ ആ ടീ എസ്റ്റേറ്റ് തപ്പി പോകണമായിരുന്നു ഫോട്ടോസ് എടുക്കാനായിട്ട്. ഇതിപ്പോൾ ഇതിനകത്ത് തന്നെ എവിടെ നിന്നാലും മതി ഫോട്ടോസ് എടുക്കാനായിട്ട്. സൂപ്പർ വ്യൂ. നല്ല രസമാണല്ലേ. ആ വാലി വ്യൂ ആണ് ഇതിനകത്ത്. ശരിക്കും പറഞ്ഞാല് ഈ 180 ഡിഗ്രി എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാല് ഇത് ഓൾമോസ്റ്റ്, അതായത് ഇത് ഇപ്പം ഞങ്ങൾ മേളിൽ കാണുന്ന ഈ റിസോർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനച്ചൽ കഴിഞ്ഞിട്ട് ജസ്റ്റ് ആ മൂന്നാറിൻ്റെ എൻട്രി പള്ളിവാസലിലാണ് ഈ റിസോർട്ട്. അപ്പം മെയിൻ റോഡിൻ്റെ ലെവലാണ് ആ വൈറ്റ് ബിൽഡിംഗ് കാണുന്നത്. അതിൽ ഇത്രയും താഴ്ന്നാണ് ഈ റിസോർട്ട് ഉള്ളത്. അപ്പോൾ ഈ 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും വ്യൂ ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ് ഇത് മൊത്തത്തിൽ. അതെ അതെ അതെ. നമ്മുടെ ലോബിയിൽ നിന്ന് അണ്ടർഗ്രൗണ്ടിലോട്ടായിരുന്നു ഈ റൂം അല്ലേ? അതെ അതെ. 3rd ഫ്ലോർ ആണ് മെയിൻ എൻട്രൻസ് വരുന്നത്. അവിടെ നിന്ന് താഴോട്ട് 210-1. അപ്പം ഞങ്ങൾ 4 നില താഴോട്ടാണ് ഈ റൂമിലോട്ട് വന്നത്. പോയിന്റ് ആണ് കേട്ടോ. ഹായ് കിളി. അയ്യോ കിളിയെ പോകുന്നു. കുഞ്ഞു കുഞ്ഞു കിളികൾ. ഞാൻ കിളിയുടെ കിളിയെ പോയി കണ്ടപ്പോൾ ഇവിടെ ഒരു കാർട്ട്. എല്ലാം ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളാണ് കേട്ടോ. ഇവരിത് നല്ല രീതിയിൽ നേച്ചറുമായിട്ട് ബ്ലെൻഡ് ചെയ്താണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് കൺസെപ്റ്റ്. അപ്പം അതാണ് ഇത്രയധികം ഗ്രീനറി പോലെ ഇവിടെയൊക്കെ എല്ലാം ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. വാക്കിൻ്റെ അടുത്തുനിന്ന് തന്നെ ഒരു ചെറിയൊരു ഗുഹ കണ്ടു. ആ ഗുഹയ്ക്കകത്തോട്ട് ഒരു എത്തിനോട്ടം നടത്താമെന്ന് വിചാരിച്ചു. ഗുഹയ്ക്കകത്ത് ഒന്ന് കുനിഞ്ഞ് കയറണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കയറി കഴിഞ്ഞപ്പോൾ നല്ല രസം. ഒരു കുട്ടി ഗുഹ. ഈ സിനിമയിലൊക്കെ കാണത്തില്ലേ? ഈയിടെ കണ്ട് മറ്റേ മോഹൻലാലിൻ്റെ മരയ്ക്കാറല്ല, അത് കഴിഞ്ഞ് മറ്റേ ബാറോസിലിൻ്റെ ഒരു മോഡൽ. ഇവിടോട്ട് പോകുമ്പോൾ നല്ല ഇരുട്ട്, അങ്ങോട്ടൊന്നുമില്ല. പുറത്തോട്ടും അതെ, വെറുതെ ഇങ്ങനെ പിള്ളേർക്കൊക്കെ വേണമെങ്കിൽ കളിക്കാം.
ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ സ്ഥലമുണ്ട്. പക്ഷെ ഞാനിരുന്നാൽ എൻ്റെ തല മുട്ടും. ഇനി ഞാൻ തിരിച്ചിറങ്ങട്ടെ, കുനിഞ്ഞിറങ്ങട്ടെ. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുത്തെ ഡിഫറെൻറ്റ് കാറ്റഗറി ഓഫ് റൂംസ് ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇത് 180 വ്യൂ വിത്ത് ജക്കോസിയാണ്. ഞങ്ങൾ താമസിക്കുന്നത് 180 വ്യൂ വിതൗട്ട് ജക്കോസിയാണ്. അപ്പോൾ ഇതിനകത്ത് ജക്കോസി കൂടെ ഉണ്ടെന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. ജക്കോസി അറിയായിരിക്കുമല്ലോ, ഈ ഒരു ടബിനകത്ത് വെള്ളമൊക്കെ നിറച്ച് നമുക്ക് അതിനകത്ത് കിടക്കാം. പിന്നെ ഒരു മസാജ് പോലെ ഫോഴ്സിൽ ഒരു ബോഡി മസാജ് ഒരു ഫീലിംഗ് കിട്ടും. പിന്നെ അതിനകത്ത് വാഷ്റൂം കണ്ടോ, നല്ല ഗോൾഡൻ ക്ലോസറ്റൊക്കെ ആയിട്ട്. ടൈൽസൊക്കെ ഞങ്ങളുടേതും ഇങ്ങനത്തെയൊക്കെ ടൈൽസാണ് ഞങ്ങളുടെ റൂമിനകത്തും. പിന്നെ ബെഡ് നല്ലൊരു റൗണ്ട് ബെഡ്. ഇത് 180 ആ ഒരു ജക്കൂസി ഉണ്ട്, പിന്നെ ബാൽക്കണിയും കൂടെ ഉണ്ട്. അതാണ് ഈ റൂമിലൊരു സ്പെഷ്യാലിറ്റി. ഈ റൂംസിലൊക്കെ ഒരു സ്പെഷ്യൽ റൂംസിലൊക്കെ ബെഡ് റൗണ്ട് ബെഡ് കൊള്ളാം അല്ലേ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ജക്കൂസി കുറച്ചൊരു വലുതായിട്ട് തോന്നി. പിന്നെ ബാൽക്കണി, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് അടുത്തത് സ്വീറ്റ് റൂം വിത്ത് ജക്കൂസി. അതപ്പോൾ കുറച്ചുകൂടി നല്ല വലിയ റൂമാണ്. സ്വീറ്റ് റൂം ആകുമ്പം നല്ല വലിയ കുറച്ച് വിശാലമായി. പക്ഷേ ഞങ്ങൾ താമസിക്കുന്ന റൂം ഇത്രയും വലുതാണെന്ന് എനിക്ക് തോന്നി. ഇതും ആ ഒരു വലിപ്പമുണ്ട്. ജക്കൂസിയും കുറച്ച് നല്ല, രണ്ട് പേർക്ക് നല്ല വിശാലമായി കിടക്കാം. അങ്ങനെ നല്ല വലിയ ഒരു സ്വീറ്റ് റൂമാണ്. ആ ഒരു ജക്കോസിയും വാഷ്റൂമൊക്കെ നല്ല ഫുട്ബോൾ കളിക്കാനുള്ള സ്ഥലം. പക്ഷേ ഇതിനകത്ത് സ്വർണ്ണ ക്ലോസറ്റ് ഇല്ല. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് മൊത്തം എത്ര 107 റൂംസ് എങ്ങാണ്ടുണ്ട്. അതിനകത്ത് 16 കാറ്റഗറി റൂംസാണ് ഇവിടെ ഉള്ളത്. ശരിക്കും തിരിച്ച് റൂം ടൂറൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ സ്വന്തം റൂമിലെത്തിയപ്പോൾ അതാ മുറ്റത്തൊരു മൈന എന്ന് പറയുന്നത് പോലെ ബാൽക്കണിയിൽ ഒരു കുരങ്ങൻ ഞങ്ങളെ നോക്കിയിരിപ്പുണ്ടായിരുന്നു. ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഞാനിങ്ങനെ കൊതി പിടിച്ച് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. കുറേ ഐറ്റംസ് ഓർഡർ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കുറേ ഐറ്റംസ് അല്ല, എനിക്ക് വിശന്ന് കൊതി പിടിച്ചുകൊണ്ടായി ഓർഡർ ചെയ്തതാണ്. തുടക്കം സ്റ്റാർട്ട് ചെയ്തതാണ്. ഇത് ഇവിടെ മെനുവിനുള്ളതല്ല, ചിക്കൻ ചിന്താമണി ചെയ്യാനായിട്ടുള്ള പേഷ്യൻസ് എനിക്കില്ല. മുരളിയേട്ടൻ കൈയിട്ടു. ഇത് ഷെഫ് സ്പെഷ്യലാണ്. ഞാൻ ഷെഫിനോട് വന്ന് ചോദിച്ച് ഷെഫിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചിട്ടാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അപ്പം നിങ്ങൾ വരുവാണെങ്കിലും ഈ മെനുവിലില്ലെങ്കിൽ ഷെഫിനോട് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിനോട് പറഞ്ഞാൽ മതി. റെസ്റ്റോറൻറ്റിനോടല്ല, ഇവിടെ ആരോടെങ്കിലും പറഞ്ഞാൽ മതി. ഷെഫ് സ്പെഷ്യൽ സംഭവമാണ് ചിക്കൻ ചിന്താമണി. പിന്നെ ഇവരുടെ സ്പെഷ്യലാണെന്ന് പറഞ്ഞു ചെട്ടിനാട് ബിരിയാണി. അത് മെനുവിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഷെഫ് സ്പെഷ്യൽ എന്ന് തന്നെ എഴുതിയിട്ടുണ്ട് മെനു കാർഡിൽ. അത് ചെട്ടിനാട് ബിരിയാണിയാണ്. പിന്നെ ഇത് ഫിഷ് നിർവാണ. അത് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം. ഇതും അതേപോലെ ഷെഫ് സ്പെഷ്യൽ എന്ന് എഴുതിയിരുന്നതാണ്. അത് ബീഫ് കിഴിപ്പൊറോട്ടയാണ് ഷെഫ് സ്പെഷ്യൽ എന്ന് പറഞ്ഞ് എഴുതിയിരുന്നത്. പക്ഷേ എനിക്ക് ബീഫ് കഴിക്കാൻ ഞാൻ കഴിക്കാത്തത് കൊണ്ട് ഞാനതിനെ ചോദിച്ചിട്ട് ചിക്കൻ എന്തൊക്കെയാണ് തല തിരിച്ച് പറയുന്നത്, ചിക്കൻ കിഴിപ്പൊറോട്ടയാക്കി കൺവേർട്ട് ചെയ്തെടുത്തു കേട്ടോ. അങ്ങനെ നമുക്ക് നമ്മുടെ ഓരോ കസ്റ്റമൈസ് ചെയ്തെടുക്കാം. പിഴിക്കൊറോട്ട അങ്ങനെ ഞാൻ കസ്റ്റമൈസ് എടുത്ത് ചിക്കൻ കിഴിപ്പൊറോട്ടയാണ് ഈ മനോഹരിതമായിട്ട് ഇവിടെ ഇരിക്കുന്നത്, മനോഹരമായിട്ടിരിക്കുന്നത്. അപ്പോൾ മനോഹരിതമായിട്ടൊന്നും വേണമെങ്കിൽ പറയാം. ഒരാണ് ചെട്ടിനാട് എങ്ങനെയുണ്ട്, സ്പൈസി ഉണ്ടോ? നാടൻ ബിരിയാണി. ചെട്ടിനാട് നിന്ന് തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ്. അപ്പം കുറച്ച് സ്പൈസി ബിരിയാണി ആയിരിക്കും. കണ്ടിട്ട് നല്ല റെഡ് കളറിൽ. നാടൻ ബിരിയാണി കൈമ റൈസാണ്. ഇത് നോർമൽ മറ്റേ തമിഴ് പ്രിപ്പറേഷനാണ്. മറ്റേ ബസ്മതി റൈസാണ്. ഡിഫറൻസ് അതാണ് നമ്മുടെ ബിരിയാണിയായിട്ട്. പിന്നെ സ്പൈസി ആയിരിക്കും. തമിഴ്നാട് പ്രിപ്പറേഷൻ വൈസ് നോക്കുമ്പോൾ ഓക്കെ. ചിന്താമണി എന്നുള്ളത് തന്നെ ഒരു ഇതും തമിഴ്നാടായിരിക്കും ചിലപ്പം. ചിന്താമണി ചിക്കൻ ഗൗതമാണ് ഉണ്ടാക്കിയെന്നാണ് പറയപ്പെടുന്നത്. ഓ, ഷെഫ് ഗൗതമിൻ്റെ പ്രിപ്പറേഷനാണ് കേട്ടോ. ഇവിടെ പറഞ്ഞു വേണമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഷെഫ് ഗൗതമിനെ വിളിക്കാം. അങ്ങനെ വേണ്ട, ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞു. പകുതി വേണ്ട. രാത്രിയിൽ പൊറോട്ട ബീഫൊക്കെ കഴിക്കാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് ഉള്ളതിന് ഉച്ചയ്ക്ക് ബിരിയാണി പറഞ്ഞത്. ഞാൻ രാത്രിയിൽ വേറൊരു സംഭവം മെനുവിന് നോക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, എപ്പോഴും എല്ലായിടത്തും കിഴിപ്പൊറോട്ട ബീഫിലാണ്. അതെനിക്ക് ഒരു കംപ്ലൈൻ്റാണ് റെസ്റ്റോറൻറ്റുകാരോട്. അപ്പോൾ ഇവിടെ ഏതായാലും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് തന്നാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്നുവെച്ചാൽ ബീഫ് അത് ചിക്കനാക്കി തന്നല്ലോ, അത് നല്ലൊരു ഇതായിട്ട് എനിക്ക് തോന്നി. കാരണം ബീഫ് കഴിക്കാത്തവർക്ക് കിഴിപ്പൊറോട്ട കഴിക്കാൻ കുറച്ച് പാടല്ലേ അങ്ങനെ തരുമ്പോൾ. എന്നിട്ട് വേറെ ഉണ്ടല്ലോ, പ്ലേറ്റിലോട്ട് കമത്തട്ടെ. നെമ്മീൻ നിർവാണയും കൂടി ഇടുവാണ്. നെമ്മീനാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഫിഷ് നിർവാണെന്നേ പറഞ്ഞുള്ളൂ, നെമ്മീനെന്ന് ഞാൻ ഊഹിക്കുകയാണ്. നെമ്മീൻ പാല് കറി ഓർ നിർവാണം, അങ്ങനത്തെ ഒരു പ്രിപ്പറേഷൻ. നല്ല ചൂടായിട്ടിരിപ്പുണ്ട്. വാഴയില ഇരിക്കുന്നതുകൊണ്ട് പൊറോട്ട നല്ല സോഫ്റ്റായിട്ട് കുതിർന്നിട്ട്
ഗ്രേവിയൊക്കെ അബ്സോർബായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇതിനകത്ത് വറുത്തരച്ച ചിക്കൻ കറിയാണ് വെക്കുന്നതെന്നാണ് പറഞ്ഞത് അകത്ത്. ബോൺലെസ് വറുത്തരച്ച ചിക്കൻ കറി. അപ്പോൾ ആദ്യം അത് മാത്രം ടേസ്റ്റ് ചെയ്തിട്ട് ഫിഷ് ടേസ്റ്റ് ചെയ്യാം. കൊള്ളാം കേട്ടോ. ഫിഷും കൊള്ളാം. നല്ല ഫിഷും നല്ല പുളിയൊക്കെ. ഈ ഡെസേർട്ട് കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലായോ? ഇത് കുറച്ച് കോമൺ ആയിട്ടുള്ള ഡെസേർട്ടാണ്, എന്നാലും ഞാൻ അധികം കഴിച്ചിട്ടില്ലാത്ത ഒരു ഡെസേർട്ടാണ് ഫ്രൈഡ് ഐസ്ക്രീം. അപ്പം ഇവിടെ മെനുവിൽ ഈ ഒരു പേര് കണ്ടപ്പം എനിക്കതൊന്ന് ട്രൈ ചെയ്യണം എന്ന് തോന്നി. നിങ്ങൾ എത്ര പേര് ഫ്രൈഡ് ഐസ്ക്രീം ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. ഉരുളേട്ടൻ ഇത് കണ്ടപ്പോൾ തന്നെ ചോദിക്കുകയാണ് ഐസ്ക്രീം ഫ്രൈ ചെയ്തതാണോ എന്ന്. ഐസ്ക്രീം ഫ്രൈ ചെയ്തതാണ്, പക്ഷേ ഞാൻ പറഞ്ഞു ഞങ്ങൾ അധികം കഴിച്ചിട്ടില്ല. അധികം എന്നല്ല, എനിക്ക് തോന്നുന്നു കഴിച്ചിട്ടേ ഇല്ല. പക്ഷെ പണ്ട് തൊട്ടേ കേട്ടിട്ടുണ്ട് ഈ പേര് ഒത്തിരി. അപ്പോൾ ഇത് ബട്ടർ സ്കോച്ചാണ്. സാധാരണ എനിക്കൊന്ന് വാനില ഐസ്ക്രീമാണെന്ന് തോന്നുന്നു അല്ലേ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നത്. അല്ലേടാ നോക്കിയിരിക്കുകയാണ് ഞാൻ. തരാം. ഒരു ഡെസേർട്ട് കൂടെ പറഞ്ഞിട്ടുണ്ട്, രണ്ടും ഹാഫ് ഹാഫ് ഷെയർ ചെയ്യാന്ന് വെച്ചിട്ട്. തരാം. ബീറ്റ്റൂട്ട് ഹൽവ വിത്ത് ഐസ്ക്രീം. അപ്പം ബീറ്റ്റൂട്ട് ഹൽവയുടെ കൂടെ യൂഷ്വലി വാനില ഐസ്ക്രീം അല്ലേ കഴിക്കാറ്. അത് ഞാൻ കഴിച്ചിട്ടുള്ള ഡെസേർട്ടാണ്. പക്ഷേ ഇപ്പം ഞങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് ഷെഫ് വന്ന് പറഞ്ഞു ബീറ്റ്റൂട്ട് ഹൽവയുടെ കൂടെ സ്ട്രോബെറി ഐസ്ക്രീം കുറച്ചുകൂടെ നല്ലതായിരിക്കും, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ബീറ്റ്റൂട്ട് ഹൽവ അടിവശം ചൂടുണ്ട് കേട്ടോ, ഐസ്ക്രീമിന് ചൂടുണ്ട്. ബീറ്റ്റൂട്ട് ഹൽവയ്ക്ക് ചൂടുണ്ട്. എല്ലാം തല തിരിയുന്നല്ലേ. അപ്പം ബീറ്റ്റൂട്ട് ഹൽവ വിത്ത് സ്ട്രോബെറി ഐസ്ക്രീം ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത്. അങ്ങനെ അതെനിക്ക് പിന്നെ റിട്ടേൺ ചെയ്തില്ല. തീർക്കരുത് ഇച്ചിരി തന്നെ. ഷെഫ് പറഞ്ഞത് കറക്റ്റാണ് കേട്ടോ. വാനില ഐസ്ക്രീം ബീറ്റ്റൂട്ട് ഹൽവ കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ രസമുണ്ട്, ഒരു വേറൊരു ടേസ്റ്റ്. കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഉറക്കം വന്നു. പക്ഷെ അത്രയ്ക്കാണല്ലോ വയറ് നിറച്ച് കഴിച്ചത്. ഇപ്പം ഞാൻ ഇവിടുത്തെ പൂളിൻ്റെ അടുത്താണ് നിൽക്കുന്നത്. ഇവിടെ ആന ഒരു സ്പെഷ്യൽ സംഭവമാണെന്ന് തോന്നുന്നു കേട്ടോ. പൂളിൻ്റെ തൊട്ടടുത്തും ആനയുടെ തുമ്പിക്കൈയിൽ ഇങ്ങനെ വെള്ളം ചീറ്റുന്നത്. ഇത് ചെറിയൊരു സീസോ അല്ല, എനിക്കൊന്ന് പിള്ളേർക്ക് ഇരുന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു ആട്ടമുണ്ട്. പിള്ളേർക്കൊക്കെ ഇതിനകത്ത് കയറിയിരുന്ന് അങ്ങോട്ട്, പിള്ളേർക്കല്ല വലിയ ആൾക്കാർക്കും അങ്ങോട്ടൊക്കെ കയറിയിരുന്ന് ആടാം. പിന്നെ ഒരു കുട്ടി ഗ്ലാസ് വാക്ക് വേ ആണ്. ഗ്ലാസ് അല്ലേ? അതെ ഗ്ലാസ് ആണ് കേട്ടോ. ഒരു കുട്ടി കയറി. ഞാൻ വന്നേക്കുന്നത് ഇവിടെ ഈ 3:30 to 5:30 ഇവർ ജീപ്പ് ട്രക്കിങ്ങിന് കൊണ്ടുപോകും കേട്ടോ. ഞാൻ തെറിച്ച് വെളിയിൽ പോകും. നിങ്ങൾ കണ്ടത് ജീപ്പ് ട്രക്കിങ്ങിൽ ഞങ്ങൾ വന്നതാണ്. ഒരു 5 മിനിറ്റ് ഇല്ല, ഒരു 3 മിനിറ്റ് കഷ്ടേ ഉണ്ടായിരുന്നുള്ളൂ. പടേന്നും പറഞ്ഞതേ ഈ നിൽക്കുന്ന സ്ഥലത്ത് ലാൻഡ് ചെയ്തു. മുരളിയേട്ടനോട് ഞാൻ ക്യാമറ പിടിക്കാൻ പറഞ്ഞപ്പോൾ ക്യാമറ പിടിച്ചാൽ ഞാൻ തെറിച്ച് പോകുന്നു. ഞാൻ മുരളിയേട്ടനോട് പറഞ്ഞു മുരളിയുടെ തെറിക്കുന്നത് ആദ്യം ഞാനായിരിക്കും തെറിച്ച് പോകുന്നത്, ഞാനല്ലേ അറ്റത്തിരുന്നത്. മുരളിയുടെ എന്നിട്ട് ക്യാമറ പിടിച്ചില്ല, അകത്തിരിക്കുക, എന്നിട്ടും ക്യാമറ പിടിക്കാൻ പോയി. ആ മുകളിൽ കാണുന്നതാണ് താമസിച്ചിരുന്ന റിസോർട്ട്. അവിടെ നിന്ന് ഈ താഴെ വരെ കുത്തനെ എത്തി. ഇതിൻ്റെ ഒരു വശത്തായിട്ട് ഇതേപോലെ കുറച്ച് കിഡ്സ് പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. ഇനിയും ഞങ്ങൾ ഈ സൈഡിലോട്ട് കുറച്ച് ഗുഹയും ഫോറസ്റ്റും ഒക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നടക്കുവാണ്. ഇതിങ്ങനെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്. കാട്ടിനകത്തൂടെ നടക്കുന്ന പോലെ കൺസ്ട്രക്ട് ചെയ്ത പോലെയാണ് പറയുന്നത്. എന്തോ ഈ ട്രഷർ ഹണ്ടിനൊക്കെ പോകുന്ന പോലെ ഉണ്ട്. കുറച്ച് സ്റ്റെപ്പാന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഫുള്ള് ഇങ്ങനെ വേരുകൾ വെച്ചിട്ട് ബോർഡർ, ഒരു വട്ടത്തിലുള്ള ഒരു ചെറിയൊരു സ്പേസ്, മുകളിലോട്ട് ഇങ്ങനെ ബൊഗെയിൻ വില്ല ചെടികൾ. ഇവിടെ ഇത് വേരുകൾ തന്നെയാണ്. ആ സൈഡിലോട്ട് ആ ഗുഹ കേവിനകത്തോട് പോയാലേ അറിയാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്ന കേവിൻ്റെ വെളിയിൽ നിന്നുള്ള ഒരു രൂപം. ഇനി അതിനകത്തോട്ട് കയറി നോക്കാം.
ഇത് കൊള്ളാരോ, നല്ല രസമുണ്ട് കേവ് റൂം. ഹായ്, ഈ റൂം എടുത്താൽ മതിയായിരുന്നു. നിങ്ങൾ വരികയാണെങ്കിൽ ഈ റൂം നോക്കൂ കേട്ടോ. നല്ല മോൾ വശമൊക്കെ കണ്ടോ, ലൈറ്റ്. ഇതിനകത്ത് ആളില്ലല്ലോ അല്ലേ, താമസം. ചുമ്മാ അങ്ങ് വന്ന് കയറുക. നല്ല ഒരു ബെഡ് ഇപ്പം എല്ലായിടത്തും ഉണ്ട്. സ്വർണ്ണ ബെഡാണ്. പുറയിലൊക്കെ കണ്ടോ വേരൊക്കെ വളർന്നതെന്ന് എനിക്കത് അറിയില്ല. ആർട്ടിഫിഷ്യലാണോ പാറ ഒറിജിനലാ അല്ലേ? ഓ സൂപ്പർ. റാന്തല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആ പക്ഷികളുടെയൊക്കെ ഒച്ചയും കേൾക്കാം. ഓ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു റൂം. ലൈറ്റ്, അതെ അതെ അതെ, സൂപ്പർ ആയിട്ടുണ്ട്. ആണോ? ഓ സ്റ്റെപ്പ് വെച്ചിട്ടാണ് കേട്ടോ. ബാത്റൂം ഉണ്ട്, ബാത്റൂമിന്റെ വോള് കണ്ടോ. ആഹാ, ഇതെന്താ സ്റ്റേഡിയം പോലത്തെ ബാത്റൂം ആണല്ലോ. ഭിത്തി ഉണ്ടോ, ഭിത്തി വോൾ, വലിയ ബാത്റൂം. ഇതും മിനി ജക്കോസിയാന്ന് തോന്നുന്നു. ആഹാ, നല്ല മണം. എന്തോ അടിച്ചിട്ടുണ്ട്. റൂമിൻ്റെ അവിടെ നിന്ന് ബാക്കിലോട്ട് വന്നു. ഇത് ജസ്റ്റ് ഇങ്ങനെ ഇരിക്കാനായിട്ട് ഒരു സ്പേസ് പോലെ. റൂം എടുക്കാത്തവർക്കും ഇവിടെയൊക്കെ ഇരിക്കണമല്ലോ. പക്ഷെ നല്ലൊരു ഏരിയ ആണ്. ഇപ്പം കുറച്ച് വെയിലാണ്, അങ്ങനെ ഭയങ്കര തണുപ്പില്ല. വെയിലടിക്കുന്നുണ്ട് എൻ്റെ കണ്ണിലോട്ട്. അതാണ് ഞാൻ കണ്ണാടിയൊക്കെ ഫിറ്റ് ചെയ്ത് വന്നത്. നേരത്തെ ഉച്ചയ്ക്ക് ഇറങ്ങിയപ്പം കണ്ണാടി വെക്കാത്തതുകൊണ്ട് നല്ല വെയിലടിച്ചു. അപ്പം ഞാനിങ്ങനെ വിചാരിക്കായിരുന്നു, ഞാൻ ഈ റൂമൊക്കെ കണ്ടിട്ട് ഫുഡ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഇതൊക്കെ കാണിക്കുമ്പം കുറേ പേര് വിചാരിക്കുന്നുണ്ട് ഈ ഹോട്ടൽസിലെ റൂമും ഇതൊക്കെ കണ്ടിട്ട് ഇത്രയും എക്സൈറ്റ്മെൻറ്റ് കാണിക്കേണ്ട കാര്യമുണ്ടോ എന്ന് കുറേ പേരെങ്കിലും ചിന്തിക്കുന്നുണ്ടാവും അല്ലേ. ഇപ്പം എല്ലാവരും ഒരേ ഫ്രീക്വൻസി ആയിരിക്കണമെന്നല്ലോ. അപ്പം എനിക്ക് ഇങ്ങനെ ഹോട്ടൽസ്, ഇങ്ങനത്തെ സ്റ്റേക്കേഷൻസ്, അല്ലെങ്കിൽ ഫുഡ്, ഇങ്ങനത്തെയൊക്കെയാണ് എനിക്ക് ഇഷ്ടമുള്ള ഫാക്ടേഴ്സ്. എനിക്കെന്നാലും എനിക്കൊന്നും മുരളിയേട്ടനും അങ്ങനത്തെയൊക്കെയാണ് അല്ലേ, അങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ് ഇഷ്ടം. അത് അപ്പോൾ ഓരോ ഫാമിലിക്കും ഓരോ ഫ്രീക്വൻസിയാണ്. ഇപ്പോൾ ചിലർക്ക് ഒരുപാട് യാത്ര പോകുന്ന ഇഷ്ടമുള്ള ഫാമിലികളുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് അറിയാവുന്ന ഫാമിലീസ് അങ്ങനെ ഉണ്ട്. ഒത്തിരി സ്ഥലങ്ങൾ, അപ്പോൾ അവർക്ക് ഇന്ന ടാർജറ്റാണ്, ഇത്ര സ്ഥലങ്ങൾ കണ്ടു തീർക്കണം. അല്ലെങ്കിൽ ചില ഫാമിലി ആണെങ്കിൽ ഒരുപാട് ഇപ്പം കാറ് ക്രേസ് ഉള്ള ഫാമിലീസ് ഉണ്ട്. അപ്പം അല്ലെങ്കിൽ ചിലർക്കാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ഡ്രസ്സുകൾ, ലേഡീസിനാണെങ്കിൽ തന്നെ ഒരുപാട് ഗോൾഡ് ഡ്രസ്സ്, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഫാമിലിക്കും ഇന്ന പർട്ടിക്കുലർ ഇഷ്ടം കാണത്തില്ലേ അല്ലേ, അങ്ങനെയല്ലേ. അപ്പം എനിക്ക് മുരളിയേട്ടന് ഞങ്ങൾക്കാണെങ്കിൽ ഇപ്പം നേരത്തെയും ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. ഷാർജയിലായിരുന്നു, ഇപ്പോൾ നന്ദു ആയിരുന്നപ്പോഴായിരുന്നു അങ്ങനെ തന്നെയായിരുന്നു. ഞങ്ങളിങ്ങനെ അപ്പം ഇത്രയും ഫ്രീക്വൻ്റ് ആയിട്ട് പോകത്തില്ലായിരുന്നു. ഒരു 3 മാസം കൂടുമ്പോഴൊക്കെ, കാരണം സ്കൂളൊക്കെ കട്ട് ചെയ്തിട്ട് അങ്ങനെ ഫ്രീക്വൻ്റ് ആയിട്ട് പോകാൻ പറ്റത്തില്ലായിരുന്നല്ലോ. അപ്പം 3 മാസം കൂടുമ്പം സ്റ്റേക്കേഷന് പോകുമായിരുന്നു അവിടെ വെച്ചിട്ടാണെങ്കിലും. ഇപ്പം നാട്ടിൽ വന്നേ പിന്നെ ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഞങ്ങൾ സ്റ്റേക്കേഷൻ ഒരു മാസത്തിൽ 1 or 2 ഒക്കെയാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ പോകുന്നതിനേക്കാളും കുറച്ചുകൂടെ ഫ്രീക്വൻസി. അപ്പം ഞങ്ങൾക്ക് എൻജോയ്മെൻറ്റ് തരുന്നത് ഇതേപോലത്തെ ഹോട്ടൽസ്, സ്റ്റേക്കേഷൻ, ഫുഡ്, ഈ 3 ഫാക്ടർ. പിന്നെ ഫിലിമും ഉണ്ട് കേട്ടോ. അപ്പം ഇതാണ് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഫാക്ടേഴ്സ്. ഈ അല്ലാതെ ഒത്തിരിയുള്ള ട്രാവൽ അല്ലെങ്കിൽ ഡ്രസ്സ്, അതിനേക്കാളും ഡ്രസ്സ് മേടിക്കുന്നില്ല എന്നല്ല, ടു ഫ്രീക്വൻ്റ് അല്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഗോൾഡ് അങ്ങനത്തെ ഇതിനെക്കാട്ടിലും. അപ്പം അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഈ ഹോട്ടൽ അല്ലെങ്കിൽ ഈ റൂംസ് ഒക്കെ കാണുമ്പം. കാരണം അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. ഭയങ്കര എക്സൈറ്റഡ് ആവും ഇതൊക്കെ കാണുമ്പോൾ. നല്ല രസമുള്ള ഹോട്ടൽസ്, നല്ല രസമുള്ള റൂംസൊക്കെ കാണുമ്പോഴത്തേക്കും പെട്ടെന്നുള്ള എക്സൈറ്റ്മെൻറ്റ്, സന്തോഷത്തിൽ വരുന്ന വികാരമാണ് കേട്ടോ. ഇത് ഓവറല്ലേ എന്ന് തോന്നാതിരിക്കാനാണ് ഞാനൊരു മുൻകൂർ ജാമ്യം എടുത്തത്. അപ്പം ഇനി നമുക്ക് ബാക്കി എക്സ്പ്ലോർ ചെയ്യാം. KVയിൽ നിന്ന് ഇറങ്ങി അപ്പുറത്തോട്ട് പോവാണ്. അവിടെ ഒരു റോപ്പ് സൈക്കിൾ, അങ്ങനത്തെ എന്തൊക്കെയോ പരിപാടികൾ, ആക്ടിവിറ്റീസ് എന്തൊക്കെയോ ഉണ്ട്. ഞാൻ റോപ്പ് സൈക്കിളിൽ കയറാനുള്ള ആവേശത്തിലൊന്നും പോകും. ഒരു റോപ്പ് വാക്ക് വേ ഉണ്ട്. ഇതിലേക്കൂടെ ഇങ്ങനെ നടന്ന് അപ്പുറത്തെത്താം. ഇങ്ങനത്തെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ട്രൈ ചെയ്യണമെങ്കിൽ പറ്റിയൊരു സ്ഥലമാണ്. ഇത് ആർട്ടിഫിഷ്യൽ റെയിനാണ് കേട്ടോ. അകത്തോട്ട് കയറി നല്ല റെയിൻ ഡാൻസ്, അങ്ങനത്തെ പരിപാടികളൊക്കെ ഇടയ്ക്ക് നടത്താറുണ്ടെന്നാണ് പറഞ്ഞത്. ആർട്ടിഫിഷ്യൽ റെയിൻ പോലെ ഇങ്ങനെ മുകളിൽ നിന്ന് വീഴിക്കുന്നതാണ്. ഞാൻ അകത്തോട്ട് കയറിയാൽ ഫുൾ നനയും, അതുകൊണ്ട് ആ ഒരു സാഹസത്തിന് മുതിരുന്നില്ല. കുറച്ചധികം ഏരിയ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പുറത്തോട്ടൊക്കെ ഉണ്ട്, ആ സൈഡിലോട്ടൊക്കെ ഉണ്ട് വെള്ളം. ഇവിടെ അപ്പുറത്തോട്ടും ഈ സൈഡിലോട്ടും. നല്ല സുഖം. കുറച്ച് വെള്ളം മേത്തോട്ട് കൊണ്ടപ്പോഴത്തേക്ക് മുകളിൽ നിന്ന് ആ മരത്തിൻ്റെ വേരുകളിൽ നിന്നാണ് ആ വാട്ടർ ഇത് ഫിറ്റ് ചെയ്തേക്കുന്നത്. നല്ല രസമുണ്ട്. പിള്ളേർക്കൊക്കെ ഒരു രസമായിരിക്കും കളിക്കാനായിട്ടും ഒക്കെ. മഴയത്തിറങ്ങി കളിക്കാൻ ഇഷ്ടപ്പെടുന്ന പിള്ളേർക്കും ഒക്കെ നല്ല രസമായിരിക്കും ഇവിടെ വന്നിങ്ങനെ കളിക്കാനായിട്ട്. ഇതാണ് റോപ്പ് സൈക്കിൾ.
മുരളിയേട്ടൻ കയറാൻ പോകുവാണ് റോപ്പ് സൈക്കിളിൽ. സേഫ്റ്റി മെഷേഴ്സൊക്കെ അവർ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എക്സൈറ്റ്മെന്റ് ആണോ ടെൻഷനാണോ? നോ ടെൻഷൻ. ട്രെയിനിന്റെ മുകളിൽ കൂടെ സൈക്കിളിൽ പോവാണ്. അടിയിലെ മഴയാണ്. സൈക്കിളിൽ മുരളിയേട്ടൻ പോകുന്നു. എനിക്ക് അവിടെ തിരിക്കാൻ പറ്റത്തില്ല, അപ്പൊ റിവേഴ്സിൽ വരുന്നു. അയ്യോ, എക്സ്പീരിയൻസ് പറ. എക്സ്പീരിയൻസ് കുഴപ്പമില്ല, ഒന്നുകൂടെ ചോട്ടട്ടെ. മുരളിയേട്ടൻ ഒന്നുകൂടെ ചോട്ടടോ, എക്സൈറ്റഡ് ആയി. മുരളിയേട്ടന് പോയിട്ട് വന്നപ്പോൾ ഇഷ്ടപ്പെട്ടു, ഒന്നുകൂടെ പോകുന്നു. ജീപ്പിൽ തിരിച്ചെത്തി. ഇതാണ് എൻട്രൻസിൻ്റെ അവിടെയുള്ള 2 വലിയ ആനകൾ. ഞാൻ പറഞ്ഞില്ലേ കാണിക്കാന്ന്. ഈ ആനയ്ക്ക് പേരുണ്ടല്ലോ, ഈ ആനയ്ക്ക് പേരില്ല, ആ ആനയ്ക്ക് പേരുണ്ട്. എനിക്ക് ആനകളുടെ പേര് നോക്കാൻ വളരെ ഇഷ്ടം. ഗുരുവായൂരൊക്കെ പോകുമ്പം കാണാറുണ്ട്. പറക്കാട്ട് അമ്പാടിക്കണ്ണൻ. ശരിക്കും ചിലപ്പം ഒറിജിനൽ ഉള്ള ആന ആയിരിക്കും. രാത്രിയിൽ 7:30 ആയപ്പം ഫസ്റ്റ് ഫ്ലോർ ഏരിയയിൽ ഒരു ക്യാമ്പ് ഫയർ പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്ന മുമ്പ് ഞങ്ങൾ ആദ്യം എത്തി കുറച്ച് വീഡിയോസ് അതിൻ്റെ ഒന്ന് എടുക്കാനായിട്ട് ചെന്നു. കാരണം എല്ലാവരും വന്ന് തുടങ്ങിയാൽ അവർക്കൊരു ഡിസ്റ്റർബൻസ് അല്ലേ അവരെയൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ ശരിയല്ലല്ലോ. നല്ല രസമായിരുന്നു കേട്ടോ. ആ സമയമായപ്പോഴത്തേക്കും കുറച്ച് തണുപ്പൊക്കെ വന്ന് തുടങ്ങി, നല്ല തണുത്ത കാറ്റും. അപ്പം ഈ ചൂടടിക്കുമ്പോഴത്തേക്കും നല്ല ഒരു വാംത്ത്, നല്ല സുഖമായിരുന്നു. പിന്നെ DJ പാട്ടും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നല്ല കുറച്ചൊരു 1/4 മണിക്കൂർ ഞങ്ങളിങ്ങനെ അവിടെ ഇരുന്നു. രാത്രിയിലത്തെ ഫുഡ് ഓർഡർ ചെയ്തതാണ്. അത് റൂമിലോട്ടാണ് ഓർഡർ ചെയ്ത. ഇത് ട്രൈബൽ ചിക്കൻ വാഴയിലക്കകത്ത് പൊതിഞ്ഞ ഒരു ചിക്കനും വിത്ത് പൊറോട്ടയാണ്. അകത്തിരുന്ന് തിളയ്ക്കുന്നത് പോലെ ഇങ്ങനെ തിളങ്ങുന്നു. എന്തൊക്കെയോ ട്രൈബൽ മസാല ചേർത്ത് അരച്ച. മുരളിയൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറയും. വേറെ ടേസ്റ്റ് ആയിരിക്കും അല്ലേ, സാധാരണ കഴിക്കുന്ന ടേസ്റ്റാണ് തോന്നുന്നുള്ളത്. കണ്ടിട്ട് തന്നെ വേറെ എന്തോ പോലെ ഇരിക്കുന്നു. വേറെ മണം, തേങ്ങയുണ്ട്. ആണോ? മണം തന്നെ വേറെ എന്തൊക്കെയോ മണങ്ങൾ വരുന്നു. ആണോ? പച്ചമുളക് അരച്ചാണെന്ന് തോന്നുന്നു. അതെനിക്ക് വേറെ എന്തൊക്കെയോ മസാല, നമ്മൾ യൂഷ്വലി കഴിക്കുന്ന മസാലയുടെ ഒരു മണമല്ല. ഞാൻ ഓർഡർ ചെയ്തത് ഡ്രാഗൺ ഫിഷ് ആണ്. ഡ്രാഗൺ ഫിഷ് സൂപ്പർ ആയിട്ടുണ്ട്. മെയിൻ കോഴ്സായിട്ട് ഓർഡർ ചെയ്തത് ഒരു വെജ് മാർഗരിറ്റ പിസ്സയാണ് കേട്ടോ. ഇവിടെ കോണ്ടിനെന്റൽ ഡിഷസും നല്ല സ്പെഷ്യലാണെന്നാണ് അവർ പറഞ്ഞത്. പാസ്ത, പിസ്സ, അങ്ങനത്തെ ഒത്തിരി സംഭവങ്ങളുണ്ട്. അപ്പം ഞാൻ പിസ്സ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പിസ്സ ഓർഡർ ചെയ്ത്. പിസ്സ എപ്പോഴും ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്ത വെജ് പിസ്സയാണ്. ചിക്കനേക്കാളും വെജ് പിസ്സയാണ് എനിക്കിഷ്ടം. അതുകൊണ്ടാണ് ഞാൻ വെജ് മാർഗരിറ്റ പിസ്സ ഓർഡർ ചെയ്തത്. പിസ്സ എന്താണ് ഒരെണ്ണം എലി കടിച്ചത് എന്ന് വിചാരിക്കുന്നുണ്ടാവും. ഇവിടുത്തെ കുഞ്ഞിലി എടുത്തുകൊണ്ട് പോയതാണ്. ഞാനിത് ഷൂട്ട് ചെയ്യാൻ വരുന്നതിന് മുമ്പേ തന്നെ. നെക്സ്റ്റ് ഡേ മോർണിംഗ് രാവിലെ റൂമിൽ നിന്ന് തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഉള്ള ഒരു സൺറൈസ് വ്യൂ ഒക്കെ കണ്ട് റിലാക്സ് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റിൽ പോയി. ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഒരു സ്പ്രെഡ് ഉണ്ടായിരുന്നു. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരുന്നു. എനിക്കിതാണ്ട് ഈ സംഭവമാണ് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത്. പിടി യൂഷ്വലി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ബുഫയിൽ കാണാത്തൊരു സംഭവമാണ്. ഒത്തിരി സ്ഥലങ്ങളിൽ ഞാൻ കൊച്ചിയിലൊക്കെ ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ അന്വേഷിച്ച് പോകുന്ന ഒരാളാണ്. പക്ഷേ പിടിയൊക്കെ കണ്ടിട്ടില്ല. ബാക്കി ഒരുവിധം എല്ലാ സാധനങ്ങളും എല്ലായിടത്തും ബ്രേക്ക്ഫാസ്റ്റ് ബുഫയിൽ ഉള്ള ഒരു ഐറ്റമാണ്. പിടി മാത്രമാണ് എനിക്കൊരു വെറൈറ്റി സംഭവമായിട്ട് തോന്നി. ഇങ്ങനെ ലൈവ് അപ്പം കൗണ്ടർ, ദോശ കൗണ്ടർ, എഗ് കൗണ്ടർ ഒക്കെ എല്ലായിടത്തും ഉള്ളതാണ്. പിടി കോഴിക്കറിയും എല്ലായിടത്തും ഉണ്ടാവാറുണ്ട്. പിടിയായിരുന്നു അവിടുത്തെ വെറൈറ്റി. കഞ്ഞി, പിടി, അതൊക്കെ സൂപ്പറാണ്. കഞ്ഞിയും ചില സ്ഥലങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ഒക്കെ കഴിഞ്ഞു. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. എൻ്റെ വയറൊക്കെ ഇങ്ങനെ വീർത്ത് പൊട്ടിത്തെറിക്കാറായി ഞങ്ങൾ രണ്ടുപേരുടെയും. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്കത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം ഉച്ചയ്ക്കത്തേക്കും കൂടെ ചേർത്ത് കഴിച്ചിട്ടുണ്ട്. അപ്പം വീട്ടിലെത്തുമല്ലോ, ഞങ്ങളിപ്പോൾ 11 മണിക്ക് ചെക്കൗട്ട് ചെയ്യും. അപ്പം വീട്ടിലേതായാലും ഉച്ചയ്ക്കൊന്നും ഇരിപ്പില്ല. അപ്പം ഉച്ചയ്ക്ക് ലഞ്ച് വേണ്ടാന്ന് വെച്ചിരിക്കുക. ഞാൻ ഈ കിഡ്സ് പ്ലേ ഏരിയ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ചെറിയ ഒരു കിഡ്സ് വളഞ്ഞ് പോകുന്ന ആ ഒരു സ്ലൈഡും, ഇപ്പുറത്തിങ്ങനെ സ്ട്രെയിറ്റ് വരുന്ന ഈ ഒരു സ്ലൈഡും, ആ സൈഡിൽ ഈ ചെറിയ ബമ്പി ജമ്പിങ് ഇല്ലേ,
അങ്ങനല്ലേ പറയുന്നത്. പിന്നെ കണ്ടത് ഇങ്ങനത്തെ ചെറിയൊരു റൈഡ് 4 പിള്ളേർക്ക് ഇങ്ങനെ കറങ്ങാൻ പറ്റുന്നേ. ഈ റിസോർട്ടിന് എനിക്ക് തോന്നിയ ബാക്കി മൂന്നാറിൽ ഇപ്പം ഞങ്ങൾ കുറേ റിസോർട്ടിൽ വന്നല്ലോ. അപ്പോൾ എനിക്ക് ഇവിടുത്തെ തോന്നിയൊരു പ്രത്യേകത കുട്ടികളുടെ ഇത് കുറേ ഫോക്കസ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരുപാട് സ്ഥലങ്ങൾ. ഇപ്പം ഞാൻ ഇന്നലെയൊക്കെ അവിടെയും കുറേ സ്ഥലങ്ങൾ കാണിച്ചില്ല. പിള്ളേർക്ക് ഒരുപാട് അവിടെയും ഇന്നലെ കാണിച്ചതിൽ ഇപ്പോൾ അവിടെ ഞാനിങ്ങനെ ചൂണ്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല. എനിക്ക് ഇവിടെ നിന്ന് കാണുന്നതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. പിള്ളേർക്കായിട്ട് കുറേ കളിക്കാൻ കുറേ സ്ഥലങ്ങളുണ്ട്. പിള്ളേർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഈ റിസോർട്ട് സ്റ്റേ ആയിരുന്നു ഇന്നലെ ഞങ്ങളിപ്പം ചെക്കൗട്ട് ചെയ്യാണ്. 11 മണി കഴിഞ്ഞു. ഇനി അവിടെ ചെന്ന് ബാക്ക് ടു നോർമൽ വർക്ക്. അപ്പം നല്ലൊരു പ്ലസൻറ്റ് സ്റ്റേ ആയിരുന്നു. ഞാൻ എപ്പോഴും എനിക്ക് റെക്കമെൻഡ് ചെയ്യുന്ന റിസോർട്ടിൽ ഒന്ന് തന്നെ ആയിരിക്കും പറക്കാട് റിസോർട്ട്. നല്ല സർവീസും നല്ല ഫുഡും ഒക്കെ തന്നെയായിരുന്നു. അപ്പം ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ഇവിടുത്തെ റിസോർട്ട് ബുക്ക് ചെയ്യാനുള്ള കോൺടാക്ട് ഡീറ്റെയിൽസ്. കാരണം ഞാൻ എപ്പോഴും ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും നമ്പർ തരുമോ ചേച്ചി എന്നൊക്കെ ചോദിച്ചിട്ട് വരാറുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നൊരു റൂമിൻ്റെ വ്യൂസ് ഒക്കെ നല്ലതാണ്. പിന്നെ നമുക്ക് എന്താ പറയുക, ഫുഡൊക്കെ അത്യാവശ്യം നല്ല വെറൈറ്റി ഫുഡുകളുള്ള ഒരു സ്ഥലമാണ്. അല്ലാതെ വെറുതെ ഇങ്ങനെ എന്തെങ്കിലും ഒരു പേരിട്ടിട്ട് അങ്ങനത്തെ ഫുഡല്ല. അതിൻ്റേതായിട്ടുള്ള ഒരു വെറൈറ്റി സ്റ്റഫുണ്ട്. വെറൈറ്റി ചോദിക്കണം കേട്ടോ. വെറൈറ്റി ഞങ്ങൾ ചോദിച്ചപ്പോഴായിരുന്നു അവർ പറഞ്ഞു വെറൈറ്റി ചോദിക്കണം എന്ന് വെച്ചാൽ നമ്മൾ സാറിന് മെനുവിൽ ഇങ്ങനെ പറയുന്നതുകൊണ്ടാണ്. അത് എടുത്തിങ്ങനെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ആ വെറൈറ്റി സംഭവങ്ങൾ പറയും. അപ്പോൾ ശരി, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് പറയുക. ഇഷ്ടപ്പെട്ടാൽ നമ്മൾ ഈ ഏപ്രിൽ മെയ് സ്കൂൾ ഹോളിഡേയ്സിലൊക്കെ ഒരു വിസിറ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണ്. ഇപ്പൊ പരീക്ഷ സീസണാണ്. പരീക്ഷ സീസൺ പറയുന്നില്ല. അത്യാവശ്യം ചൂടൊക്കെ മീൻസ് നോർമൽ ക്ലൈമറ്റ് എന്നേ പറയാൻ പറ്റുന്നുള്ളൂ. രാത്രിയിലും ഏർലി മോർണിംഗ് ഒക്കെ നല്ല തണുപ്പാണ്. പക്ഷെ ഇപ്പൊ തണുപ്പ് വരുമല്ലോ വെക്കേഷൻ ആകുമ്പോൾ. തണുപ്പ് ഏപ്രിൽ മെയില് ചൂടായിരിക്കും. ചൂട് മീൻസ് കഴിഞ്ഞ പ്രാവശ്യം ഏപ്രിൽ വന്നപ്പോൾ നല്ല തണുപ്പല്ലായിരുന്നു. നോർമൽ ക്ലൈമറ്റ്. അത് ഇപ്പോഴും ജനറലി നമ്മുടെ നാട്ടിലൊക്കെ നല്ല ചൂടായതുകൊണ്ട് ഇവിടെയും അതിൻ്റെ ഒരു ചെറിയൊരു ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പം അങ്ങനെയാണ്. ശരി, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.